ശബരിമലയിലെ സ്വർണമെല്ലാം കട്ടുകൊണ്ടുപോയതുകൊണ്ട് വേറെ ഒന്നും മോഷ്ടിക്കാൻ കിട്ടാത്തത് കൊണ്ടാകണം ഇപ്പോൾ നെയ്യാണ് അമ്പലക്കള്ളന്മാരുടെ പ്രധാന മോഷണ സാധനം. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവർ ആരുമില്ലെന്ന് പറഞ്ഞതുപോലെ പിണറായി സർക്കാർ ദേവസ്വം ബോർഡിലേക്ക്, പ്രത്യേകിച്ച് ശബരിമലയിൽ നിയമിച്ചവരിൽ മോഷണം നടത്താത്തവർ ഇനി ആരുണ്ട് എന്നാണ് അറിയേണ്ടത്. അല്ല, ഇനി മോഷണം നടത്താൻ കഴിയുന്നവരെ മാത്രമാണോ അവിടെ നിയമിച്ചത് എന്നും സംശയിക്കേണ്ടതുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണമോഷണത്തിന് ശേഷം ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു കള്ളത്തരമാണ് ശബരിമലയിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. നെയ്യ് കച്ചവടത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് ശബരിമല ക്ഷേത്രത്തിലേക്ക് നെയ്യ് വിതരണം നടത്താൻ കരാർ മിൽമയുമായിട്ടാണ്. എന്നാൽ മിൽമ നൽകിയ നെയ്യ് മറിച്ച് വിൽക്കുകയും പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ നെയ്യ് ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ലിറ്ററിന് 540 രൂപ നിരക്കിൽ 2 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങാനാണ് തിരുവിതാംകൂർ ദേവസ്വവും മിൽമയുടെ തിരുവനന്തപുരം യൂണിയനും തമ്മിൽ കരാർ ഒപ്പിട്ടത്. അപ്പോൾ തന്നെ അത് 108 കോടി രൂപയുടെ കരാറായി. 1.5 ലക്ഷം ലിറ്റർ നെയ്യാണ് നവംബറിനും ജനുവരിക്കുമിടയിൽ മിൽമ നൽകിയത്. മിൽമയുടെ 1 ലിറ്റർ നെയ്ക്ക് 720 രൂപയാണ് പൊതുവിപണിയിലെ വില. എന്നാൽ തമിഴ്നാട്ടിൽ വലിയ വ്യത്യാസമാണുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ലിറ്ററിന് വെറും 350 രൂപ നിരക്കിൽ നെയ്യ് ലഭിക്കുകയാണ്. ആ നെയ്യ് വാങ്ങുകയും മറ്റ് നെയ്യ് മിൽമയുടെ പേരിൽ മറിച്ച് വിറ്റാൽ ഇരട്ടി ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് 540 രൂപയ്ക്ക് കരാർ പ്രകാരം വാങ്ങിയ നെയ്യ് പൊതുവിപണിയിലെ വിലക്കനുസരിച്ച് മറിച്ച് വിൽക്കുന്നതിൽ ഒരു ലാഭവും, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 350 രൂപ കൊടുത്ത് വാങ്ങുന്ന നെയ്യുടെ കാര്യത്തിൽ വലിയ ഭീമമായൊരു ലാഭവുമാണ് അധികൃതർ ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. 3 സാഹചര്യ തെളിവുകളായി ആണ് ഈ ക്രമക്കേടിലേക്ക് വളരെ വ്യക്തമായി വിരൽ ചൂണ്ടിയത്. അതായത് നെയ്യ് സന്നിധാനത്തും പമ്പയിലുമൊക്കെ എത്തിച്ച് നൽകേണ്ട ചുമതല മിൽമയ്ക്കാണ്. പത്തനംതിട്ട ഡയറിയിൽ നിന്ന് സന്നിധാനത്തും പമ്പയിലുമൊക്കെ നെയ്യ് എത്തിക്കുന്നതിന് മിൽമ കടത്തുകരാർ നൽകിയത് 15 ലിറ്ററിന് 1 ടിൻ. അങ്ങനെ ആ നെയ്യ് 15 ലിറ്റർ നെയ്യിന് 19 രൂപ എന്നുള്ള നിരക്കിലാണ്. ടെൻഡറിൽ പങ്കെടുത്ത രണ്ടാമത്തെ ഏജൻസി നൽകിയ നിരക്കാകട്ടെ ടിന്നിന് 44 രൂപയുമാണ്. ഇത്രയും വലിയൊരു വ്യത്യാസം കടത്തുനിരക്കിൽ വന്നതാണ് ഈ ക്രമക്കേടിൻ്റെ ആദ്യത്തെ സൂചനയായി ലഭിക്കുന്നത്. 2 ലക്ഷം ലിറ്ററിന് കടത്ത് കരാർ വിളിച്ചാൽ ഈ ടെൻഡർ വേണ്ടിവരുമെന്നതിനാൽ 50,000 ലിറ്ററിനുള്ള കരാറാണ് വിളിച്ചതും അവിടെ ഉറപ്പിച്ചതും. കൂടുതൽ പേർ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ ഈ ടെൻഡർ വേണ്ടെന്ന് വെച്ചതായാണ് ആക്ഷേപം പറയുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തനംതിട്ട മിൽമ ഡയറിയിൽ നിന്ന് നെയ്യ് ശബരിമലയിൽ എത്തിച്ച 3 വാഹനങ്ങളും തമിഴ്നാട് രജിസ്ട്രേഷൻ ഉള്ളതാണ്. ഈ 3 വാഹനങ്ങളും 2 വർഷമായി ഒരു വേ ബില്ല് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യങ്ങളും പുറത്തു വരികയാണ്. നമുക്കറിയാം, 50,000 രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾ കടത്തുമ്പോൾ വേ ബിൽ നിർബന്ധമാണെന്നിരിക്കെയാണ് ഈ വലിയ തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നത്. ശബരിമലയിലേക്കുള്ള നെയ്യ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പതിവായി പരിശോധിക്കാറുണ്ട്. അങ്ങനെ FSSI പരിശോധിച്ച 1.5 ലക്ഷം ലിറ്റർ നെയ്യിലും ഒരേ ബാച്ച് നമ്പറാണുള്ളത്. ഒരിക്കലും ഇത് സംഭവിക്കാനിടയില്ല എന്നാണ് ഒന്നിനും കൂട്ടുനിൽക്കാത്ത മിൽമയിലെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പരമാവധി 5000 ലിറ്റർ വരെയാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക എന്നിരിക്കെ 1.5 ലക്ഷം ലിറ്റർ നെയ്യിലും ഒരേ ബാച്ച് നമ്പർ വന്നത് വലിയ ദുരൂഹമാണ്. എല്ലാ ലോഡുകളും പരിശോധിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റ ബാച്ച് നമ്പർ കാണിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആരൊക്കെയാണ് ക്രമക്കേടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല എന്ന് പല മാധ്യമങ്ങളും ചില ഉദ്യോഗസ്ഥരും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ആരാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒന്നും ബാക്കി വച്ചിട്ടില്ല. മുട്ടുസൂചിയിൽ പോലും തട്ടിപ്പാണ് നടന്നത്. മോഷ്ടിച്ചതിന് ജയിലിൽ പോയവർ ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം. ദേവസ്വം പ്രസിഡന്റും CPM നേതാക്കളുമായിട്ടുള്ളവരാണ് എല്ലാവരും. ഇതിലും സതീശൻ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അപ്പോഴും ജയിലിൽ പോകുന്നത് CPM നേതാക്കൾ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ അന്വേഷണത്തിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ.